എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങളെല്ലാവരെയും കാണുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചടയമംഗലത്തെ സുപ്രധാനമായ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒരു സമരം അരങ്ങേറുന്ന കാഴ്ച സോഷ്യൽ മീഡിയ വഴി, പ്രത്യേകിച്ച് നിങ്ങളടക്കമുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്ത വഴിയാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയത്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയൊന്നും ഞങ്ങളാരും ചോദ്യം ചെയ്യാറില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നതിനോട് ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളെപ്പോഴും. പക്ഷേ ഒരു സമരം ചെയ്യുമ്പോൾ അതിൻ്റെ മെരിറ്റും ഡിമെരിറ്റും വിലയിരുത്തി വേണം ഒരു സമരത്തിലേക്ക് പോകാൻ. ചടയമംഗലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്ന തരത്തിലേക്ക് പല സമരങ്ങളും അരങ്ങേറുന്നൊരു കാഴ്ച നാം ഇപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. KSRTC ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിർമ്മിക്കപ്പെട്ട ടേക്ക് എ ബ്രേക്കുമായി ബന്ധപ്പെട്ട സമരമാണ് ഉണ്ടായത്. അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ഉദ്ഘാടനത്തിൻ്റെ തീയതി നിശ്ചയിക്കപ്പെട്ടു. ഉദ്ഘാടനത്തിൻ്റെ തീയതി ഈ മാസം 27 എന്നുള്ള നിലയിൽ നിശ്ചയിക്കപ്പെട്ട ശേഷം അതറിഞ്ഞുകൊണ്ട് ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുന്നത് ഈ സംവിധാനത്തിൽ ഭൂഷണമാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ചടയമംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഞാൻ എത്തുന്ന സമയത്ത് ചടയമംഗലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു പ്രാഥമിക സൗകര്യങ്ങൾ യാത്രക്കാർക്കടക്കം ചടയമംഗലത്ത് പട്ടണത്തിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് അത് നിറവേറ്റാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള അറിയാം. എനിക്കൊന്ന് സജീവും ഷൈജും ഒക്കെ അടക്കം ഉണ്ടായിരുന്ന ചാനലുകൾ ആ വിഷയങ്ങൾ പലപ്പോഴും ഇവിടെ ചടയമംഗലത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് ആ KSRTC അവിടെ ടേക്ക് എ ബ്രേക്ക് അനുവദിക്കപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ആ പണം അനുവദിക്കപ്പെടുമ്പോൾ അതിൻ്റെ സ്ഥലം ഒരു പ്രശ്നമായിരുന്നു. ആ സ്ഥലം KSRTCക്ക് പഞ്ചായത്ത് വിട്ടുകൊടുത്ത സ്ഥലമാണ്. എന്നാൽ അത് KSRTCയുടെ അനുമതി ഇല്ലാതെ ആ കെട്ടിടം അവിടെ പണിയാനോ പൂർത്തീകരിക്കാനോ നമുക്ക് കഴിയത്തില്ല. പലവട്ടം KSRTCയുടെ അടുത്ത് അനുമതി എഴുതി ചോദിച്ചു. അതിൻ്റെ രേഖകളെല്ലാം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. KSRTC ഒരു വിധത്തിലും അനുമതി നൽകില്ല. ഏറ്റവും അവസാനം MD ഞാൻ അയച്ചൊരു പേഴ്സണൽ കത്തിൽ തന്ന മറുപടി KSRTCക്ക് ഇപ്പോൾ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ആവശ്യം ചടയമംഗലം ഡിപ്പോയിലില്ല എന്നുള്ള നിലയിലാണ്. എന്നാൽ ബഹുമാന്യായ മന്ത്രി ജെ ചിഞ്ചുറാണി വളരെ താല്പര്യപൂർവ്വം നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായി വരുന്നത്. അപ്പോൾ അന്ന് ശിവൻ ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. പ്രത്യേകമായ മീറ്റിംഗ് ആ സ്ഥലത്തിന് വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ വിളിച്ചു ചേർത്തു. അതിനുശേഷം പ്രത്യേക ഉത്തരവ് ഈ ചടയമംഗലത്ത് KSRTC സ്റ്റാൻഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് പണിയുന്ന ടേക്ക് എ ബ്രേക്കിന് വേണ്ടി വിട്ടു നൽകിക്കൊണ്ടാണ് അവിടെ സ്ഥലം ഉണ്ടാകുന്നത്. സ്പിൽ ഓവർ പ്രവൃത്തിയായിരുന്നു. ആ വർഷത്തിൻ്റെ അവസാനം എത്തുന്ന തരത്തിൽ ആ സ്പിൽ ഓവർ പോലും ലാസാവുന്ന തരത്തിലായിരുന്നു സ്ഥലവുമായി ബന്ധപ്പെടുത്തി ആ പ്രവർത്തനം എത്തി നിന്നത്. അത് വളരെ വേഗത്തിലാണ് അതിൻ്റെ പണി നമ്മൾ അടിയന്തരമായി ആരംഭിച്ചത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പണം വീണ്ടും ചിലവഴിക്കപ്പെട്ടു. തനത് ഫണ്ടിൽ നിന്നടക്കം ചിലവഴിക്കപ്പെട്ടു. അത് അവിടെ ആരോപിക്കപ്പെട്ട മറ്റൊരു വിഷയം കുടിവെള്ളത്തിൻ്റെ അവിടുത്തെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ആ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അടക്കം പണം അടച്ചുകൊണ്ട് കുഴൽക്കിണർ നിർമ്മിക്കാൻ വേണ്ടിയാണ് അവിടെ നിശ്ചയിക്കപ്പെട്ടത്. നിങ്ങളടുത്ത് പരിശോധിച്ചാൽ അറിയാൻ മുന്നിലൊരു കുഴൽക്കിണർ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കുഴൽക്കിണർ കുഴിക്കുമ്പോൾ അത് ഫീസിബിളാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പരിശോധിക്കുമ്പം ആ കിണർ ഇടിഞ്ഞു താഴുന്ന സാഹചര്യം, എടുത്തിട്ട മണ്ണായതുകൊണ്ട് 100 അടി കുഴിച്ചപ്പോൾ തന്നെ മുകളിൽ നിന്ന് മണ്ണ് പുരുവര പൊരിഞ്ഞു വീഴുകയും ആ കിണർ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട സ്ഥിതി വന്നു. പിന്നീട് പ്രോജക്റ്റ് വെച്ചാണ് ഓപ്പൺ വെൽ അവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ പ്ലംബിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇത് സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തുറന്നാൽ പിറ്റേ ദിവസം മുതൽ, ഉദ്ഘാടനം ചെയ്താൽ പിറ്റേ ദിവസം മുതൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ആർക്കെങ്കിലും ലേലം ചെയ്ത് നൽകിയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ടേക്ക് എ ബ്രേക്കും അതിനോട് ചേർന്നുള്ള കഫറ്റീരിയയും അതിനു വേണ്ടിയുള്ള നടപടി അത് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് അതിനുള്ള ടെൻഡർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള
നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം ചടയമംഗലം പഞ്ചായത്തിൽ നിലവിൽ വന്നതുകൊണ്ടാണ് അത് നമുക്ക് സാധ്യമാകാതെ പോകുന്നത്. ഈ 27 ഉദ്ഘാടനവും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നത്. ഈ ഇവിടെ വരുന്ന ഓരോഞ്ഞപ്പോൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ കുറേ നാളായി ചടയമംഗലത്തെ UDF എടുക്കുന്ന നിലപാട് ഈ ചടയമംഗലത്ത് വരുന്ന പൊതുവികസനത്തിനോടൊപ്പം നിൽക്കാതെ അതിനെ തടസ്സപ്പെടുത്തുകയും അത് ജനമധ്യത്തിൽ ആവശ്യമില്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തി LDFനെ തറടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് കാണിക്കുകയും ചെയ്യുന്ന നിലയിലാണ്. ജനപ്രതിനിധി LDFന് മാത്രമല്ല, ചടയമംഗലം പഞ്ചായത്ത് മേഖലയിൽ വരുന്ന മേഖലയിൽ ജനപ്രതി UDFനുണ്ട്. 15-20 വർഷക്കാലമായി UDFൻ്റെ ഒരു MP ഈ ചടയമംഗലത്ത് ജനപ്രതിനിധിയായുണ്ട്. 1 രൂപ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മേഖലയിൽ MP ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഞങ്ങൾക്കാർക്കും അറിവില്ല. LDFൻ്റെ വാർഡുകളിൽ തരണ്ട. UDF ഭരിക്കുന്ന UDF മെമ്പർമാരുള്ള വാർഡുകളുണ്ട്. കണ്ണങ്കോട് വാർഡ്, ആ വാർഡിലടക്കം ചെലവഴിക്കപ്പെട്ടിരിക്കുന്ന വാർഡ് UDFൻ്റേതാണ്. UDFൻ്റെ മെമ്പറാണ് അവിടെ പ്രതികരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പണം, ജില്ലാ പഞ്ചായത്തിൻ്റെ പണം, MLAയുടെ പണം. നാളെ അവിടെ ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനമാണ്, MLA വെച്ചതാണ്. അവിടുത്തെ ഖാദി ബോർഡുമായി ബന്ധപ്പെടുത്തി ആ നൂൽനൂൽപ്പ് കേന്ദ്രത്തിൽ 10-40 തൊഴിലാളികൾ പണിയെടുക്കുന്നത്, അവർക്ക് ചർക്ക അടക്കമുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പണം വെച്ചത് MP ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കപ്പെടാം. പണം വെച്ചത് ബ്ലോക്ക് പഞ്ചായത്താണ്.